ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള തന്ത്രങ്ങൾ. ചാണക്യൻ പറയുന്നത് കേൾക്കൂ. ആചാര്യൻ ചാണക്യന്റെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള പ്രധാന വഴികൾ എന്തെല്ലാമെന്ന് നോക്കാം. ഒന്നാമതായി, ലക്ഷ്യബോധവും രഹസ്യ സ്വഭാവവും. ഗോൾ ആൻഡ് സ്ട്രാറ്റജി. നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള പദ്ധതികൾ എപ്പോഴും രഹസ്യമായി സൂക്ഷിക്കുക. മറ്റുള്ളവരോട് അമിതമായി സംസാരിക്കുന്നതും ലക്ഷ്യം നേരത്തെ വെളിപ്പെടുത്തുന്നതും തടസ്സങ്ങൾക്ക് കാരണമാകും. ഒരു മന്ത്രം പോലെ മനസ്സിൽ സൂക്ഷിച്ച് കൃത്യസമയത്ത് അത് ലോകത്തിന് മുന്നിൽ കാണിക്കുക. അടുത്തതായി ചാണക്യന്റെ നിർദ്ദേശം കഠിനാധ്വാനവും സമയപാലനത്തിനെയും പറ്റിയാണ്. ഹാർഡ് വർക്ക് ആൻഡ് ടൈം മാനേജ്മെന്റ്. ഭാഗ്യത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന വ്യക്തിക്ക് വിജയം നേടാൻ കഴിയില്ല. ഏത് സാഹചര്യത്തിലും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സാണ് പ്രധാനം. എല്ലാ ജോലികളും കൃത്യസമയത്ത് പൂർത്തിയാക്കുന്നവർക്ക് ജീവിതത്തിൽ എളുപ്പത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നു. മൂന്നാമതായി ചാണക്യൻ പറയുന്നത് സ്വയം നിയന്ത്രണത്തിന്റെയും വിവേകത്തിന്റെയും കാര്യമാണ്. സെൽഫ് കൺട്രോൾ ആൻഡ് വിസ്ഡം. തന്റെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയുന്ന വ്യക്തിക്ക് വിജയം ഉറപ്പാണെന്ന് ചാണക്യൻ പറയുന്നു. കോപവും അഹങ്കാരവും ഒഴിവാക്കുക. അമിതമായ സത്യസന്ധതയും നേർരേഖയിലുള്ള പെരുമാറ്റവും ചിലപ്പോൾ ദോഷം ചെയ്തേക്കാം. സാഹചര്യത്തിനനുസരിച്ച് നയതന്ത്രപരമായി പെരുമാറാൻ പഠിക്കുക. അടുത്തതായി ചാണക്യൻ പറയുന്നത് പരാജയങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ്. ലേണിംഗ് ഫ്രം ഫെയിലിയേഴ്സ്. പരാജയങ്ങളെ ഭയപ്പെടുന്നവർക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. തോൽവികളിൽ തളരാതെ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നതാണ് വിജയത്തിന്റെ അടിസ്ഥാനം. ഭൂതകാലത്തിന്റെ തെറ്റുകൾ ഓർത്ത് ദുഃഖിക്കുന്നതിന് പകരം അതിൽ നിന്ന് പഠിക്കുക. ലക്ഷ്യങ്ങളിലെത്താനുള്ള അവസാന ചാണക്യ മന്ത്രം നല്ല കൂട്ടുകെട്ടും അറിവിനെയും പറ്റിയാണ്. എഡ്യൂക്കേഷൻ ആൻഡ് കമ്പനി. വിദ്യാഭ്യാസത്തെ മനുഷ്യന്റെ ഏറ്റവും വലിയ സുഹൃത്തായി ചാണക്യൻ വിശേഷിപ്പിക്കുന്നു. അറിവ് നേടാൻ എപ്പോഴും ശ്രമിക്കുക. ഒപ്പം നമ്മളെക്കാൾ മികച്ചവരും ബുദ്ധിശാലികളുമായ ആളുകളുടെ സൗഹൃദം തിരഞ്ഞെടുക്കുക. ഇത് നിങ്ങളുടെ വളർച്ചയെ വേഗത്തിലാക്കും. ഈ തത്വങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും.